മദീനയിലെ മസ്ജിദു നബവിയിൽ കൂടുതൽ വിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്ക് സൗകര്യമൊരുക്കിയതായി ഇരുഹറം അതോറിറ്റി. കഴിഞ്ഞയാഴ്ച മാത്രം 60 ലക്ഷത്തിലധികം വിശ്വാസികൾ പ്രവാചകന്റെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തി. റമദാനിൽ കൂടുതൽ വിശ്വാസികൾ എത്തുമെന്നതിനാൽ വൻ ഒരുക്കങ്ങളാണ് ഇരുഹറമുകളിലും നടന്നുവരുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിലും സന്ദർശന ടൂറിസ്റ്റ് വിസയിലെത്തുന്നവരുടെ എണ്ണത്തിലും വൻ വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ഇതിനനുസരിച്ച് മക്കയിലും മദീനയിലും കൂടുതൽ വിശ്വാസികളെ ഉൾക്കൊള്ളാനാകും വിധമുള്ള ക്രമീകരണങ്ങളാണ് ഇരുഹറം കാര്യാലയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദീനയിലെ പ്രവാചകന്റെ പള്ളിയിൽ കഴിഞ്ഞ ആഴ്ച മാത്രം 60 ലക്ഷത്തിലധികം വിശ്വാസികളെത്തി. ഇപ്പോൾ മുമ്പത്തേക്കാൾ കൂടുതൽ വിശ്വാസികൾക്ക് ഒരേ സമയം നമസ്കാരം നിർവഹിക്കാൻ സാധിക്കും വിധം ഉയർന്ന നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ മസ്ജിദ് നബവിയിൽ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച 6.5 ലക്ഷത്തോളം വിശ്വാസികൾ പ്രവാചകന്റെ കബറിടം സന്ദർശിച്ചു. കൂടാതെ 3.5 ലക്ഷത്തോളം പേർ റൗദ ഷരീഫിൽ പ്രാർത്ഥന നടത്തുകയും ചെയ്തു. റൗദ ഷരീഫിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സമയം ക്രമീകരിക്കുകയും പ്രവേശനം വർഷത്തിൽ ഒരു തവണ മാത്രമാക്കി നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടുതൽ വിശ്വാസികൾക്ക് റൗദ ഷരീഫിൽ നമസ്കാരം നിർവഹിക്കാൻ അവസരമൊരുക്കും. വയോധികർക്കും ഭിന്നശേഷിക്കാർക്കുമായി ഇലക്ട്രിക് വാഹനങ്ങളും സജ്ജമാണ്. നോമ്പനുഷ്ഠിക്കുന്നവർക്കായി കഴിഞ്ഞ ആഴ്ചയിൽ 1,42,000-ലധികം ഇഫ്താർ ഭക്ഷണങ്ങളും വിതരണം ചെയ്തതായി അതോറിറ്റി അറിയിച്ചു. റമദാനിൽ മസ്ജിദുൽ ഹറമിലും പ്രവാചകന്റെ പള്ളിയിലും കൂടുതൽ വിശ്വാസികൾ എത്തുമെന്നതിനാൽ വൻ ഒരുക്കങ്ങളാണ് ഇരു ഹറമുകളിലും നടന്നുവരുന്നത്. മീഡിയ 1 മദീന.